ഞാനിപ്പോൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അത് ഓണായി. ഗ്ലാസ്സിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത്രയും കാണിച്ചു, ഇത്രയും വെള്ളം എനിക്കത് തന്നു. ഇവിടെ ഒരുത്തൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു പ്രൊജക്റ്റായിരുന്നു വേണമെന്ന് പറഞ്ഞ എന്തോ വെള്ളമൊക്കെ കലക്കി ഉജാലയൊക്കെ കലക്കിയിരിപ്പുണ്ട്. അത് സംഭവം എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഈ ഹോട്ടലുകളിലൊക്കെ വെൻഡിങ് മെഷീൻ പോലത്തെ സാധനത്തിൽ ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് വേണ്ട ജ്യൂസ് ആണെങ്കിൽ വെള്ളമാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അത് ഒരു ഗ്ലാസ് വരുമല്ലോ, ലിക്വിഡ് ഡിസ്പെൻസർ. അതിന്റെ ഒരു ഓട്ടോമേറ്റഡ് വെർഷൻ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെന്താ ഓട്ടോമേഷൻ? ഇതിലിപ്പോ ഒരു ക്യാമറ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ലിക്വിഡിന്റെ എമൗണ്ടും ഈ കണ്ണ് ബ്ലിങ്ക് ചെയ്യണതാണ് ആ ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ആക്ടിവേഷനും. ഇപ്പൊ പൈത്തൺ കോഡാണ് ഇതിന്റെ ബ്രെയിൻ. ഓപ്പൺ CV ആൻഡ് വിഷൻ എന്ന് പറയണ മെഷീൻ ലേണിംഗ് ആൻഡ് പ്രീ ട്രെയിൻഡ് ലൈബ്രറി ആണ്. പിന്നെ അതിന്റെ കൂടെ മീഡിയ പൈപ്പ് എന്ന് പറയുമ്പോൾ ഫിംഗർ ട്രാക്ക് ചെയ്യണ്ടേ, ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ അറിയാൻ. അപ്പോൾ എൻ്റെ ഫേസും നോക്കണ്ടേ, അപ്പൊ അതും മീഡിയ പൈപ്പാണ് ചെയ്യണത്. ഈ പൈത്തൺ പ്രോഗ്രാം അഡ്രിനോയിലേക്ക് അത് ഈ മോട്ടറിനെ ഓൺ ആക്കും. മോട്ടറാണോ അത് പമ്പാണ്? ഒരു സബ്മേഴ്സിബിൾ DC പമ്പാണ് ഇത്. എൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് നോക്കും, അതിനെ ML കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും നേരത്തേക്ക് പമ്പ് ഓൺ ആയിട്ട് ആ ഒരു ലിക്വിഡ് എനിക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് തരും. ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. ഓക്കെ. എൻ്റെ കണ്ണിലും ഒരു ഔട്ട്ലൈൻ കാണാം നിങ്ങൾക്ക്, എന്താ ഡോട്ട്സിന്റെ. പിന്നെ എൻ്റെ ഫിംഗറിലും കാണാം. ഇതാണ് ആ ഡിസ്റ്റൻസ്. പിന്നെ മോളില് D എന്ന് എഴുതിയിരിക്കുന്ന ഡിസ്റ്റൻസും പിന്നെ ഒരു ML എന്ന് എഴുതിയിരിക്കണതാണ് മില്ലി-ലിറ്റർ. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണ് ഞാനിപ്പോൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അത് ഓണായി. ഗ്ലാസ്സിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാണിച്ചില്ലേ, അതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ അത്രയും കാണിച്ചു, ഇത്രയും വെള്ളം എനിക്കത് തന്നു. കൂടുതൽ നേരം വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വലിയ കൈ കാണിക്കും. അപ്പോൾ 200 ml എന്ന് കാണിക്കും. എന്നിട്ട് ഞാൻ 200 ml കണ്ണ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പമ്പ് ഓണാവും. ഇപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഫുൾ ഗ്ലാസ് നിറയും. ഇപ്പോഴും 200 ml നിറയും. ഈ പ്രാവശ്യം എനിക്ക് ഇത്രയും വെള്ളം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ യൂസ് എന്ന് വെച്ചാൽ ടച്ചില്ല, ജെർംസ് ഒന്നും കയ്യിലേക്ക് കയറാണ്ടിരിക്കാൻ ടച്ചിന്റെ ആവശ്യമില്ല. ഇത്രയും വലിയൊരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് അവിടെ കൊണ്ട് വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പ് വെക്കേണ്ട ആവശ്യമില്ല. റാസ്ബെറി പൈ ഇല്ലേ, അതൊരു ടൈപ്പ് മിനി കമ്പ്യൂട്ടർ ആണ്. അത് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അത് കൊടുത്താൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ കൊടുക്കണതിന് പകരം ഇത് റാസ്ബെറി പൈ ആവും. റാസ്ബെറി പൈക്ക് ഡിസ്പ്ലേ വേണ്ടേ? ഒരു ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചാ കൊടുക്കുക, വാട്ടർ നമുക്ക് വേണ്ടത്ര ഡിസ്പെൻസ് ആവും. അടുത്ത പ്രൊജക്ട് ഞാൻ ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കണേ. കാരണം ഇപ്പൊ ഒരാൾ ഒരു ഫുൾ ഗ്ലാസ് എടുത്തു, നമ്മള് പിന്നെ ഒരു ഫുൾ ഗ്ലാസ് കൊടുത്താൽ വെള്ളം നിറഞ്ഞു പോകൂലേ. അതിന് പകരം ഇപ്പം അതിന്റെ മുകളിലായിട്ട് ഒരു അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസർ വെക്കും. അപ്പോ ആ ഡിസ്റ്റൻസ് നോക്കും, ആ ഗ്ലാസിന്റെ അകത്തുനിന്ന് ആ ഒരു സെൻസർ വരെയുള്ള അത് കുറഞ്ഞു വരുമ്പോ മനസ്സിലാവും ഇനി എത്ര വെള്ളം കൂടി കയറുന്നു. അപ്പൊ ഇത് കഴിയുമ്പോ പിന്നെ കാണിച്ചാലും വെള്ളം വീഴൂല. അപ്പൊ പിന്നെ നമുക്ക് ഒരു empty ഗ്ലാസ് വെച്ചാൽ പിന്നെ വരും.